നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണല്ലോ യൂട്യൂബിൽ വരിക. എൻ്റെ യൂട്യൂബിൽ സജഷനായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് ആക്സസറി ഷോപ്പുകളെ കുറിച്ചിട്ടാണ്. അതായത് കോയമ്പത്തൂരുള്ള ഉക്കടം മാർക്കറ്റ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ വേറൊരു ആവശ്യത്തിന് പോകേണ്ടതുണ്ടായതുകൊണ്ട് ആ കോയമ്പത്തൂരുള്ള ആക്സസറി ഷോപ്പുകളൊക്കെ ഒന്ന് കടന്ന് പരതി. പക്ഷേ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അവിടെ ഡയറക്റ്റ് ചെന്നപ്പോൾ ആ ഫിറ്റിംഗ് ചാർജ്, ആ ചാർജ്, ഈ ചാർജ്, ഫ്രെയിം ചാർജ്, വയർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റുകൾ ഇങ്ങനെ കൂടി വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തൊക്കെയോ തട്ടിപ്പുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം ഇവിടെ വന്നിട്ട് വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് എന്തൊക്കെ തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാം. ചില കടകളിൽ അവർ പറയുന്ന കോംബോ പാക്കേജും കാര്യങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ചെയ്തു തരും. അല്ലാതെ നമുക്ക് ഇന്ന കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമയമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കും. ഈ ബിമാക്സ് കാർ ഡെക്കോസ് എന്നുള്ള ഈ കട അത് കുഴപ്പമില്ല കേട്ടോ. ഇതിനുള്ളിലുള്ള ആ ഒരു ചേട്ടൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവർ സെറ്റപ്പ് കാണിച്ചു തന്നു. അതിൽ 4500 രൂപ മുതലാണ് ഒരു 5 സീറ്റർ വണ്ടിക്ക് പറ്റിയിട്ടുള്ള സീറ്റ് കവേഴ്സും സെറ്റപ്പും അവർ ചെയ്തു കൊടുക്കുന്നത്. കോയമ്പത്തൂർ തന്നെ ചില കടകളിൽ യൂണിവേഴ്സൽ സീറ്റ് കവേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്കൊരു 1500 2500 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ സീറ്റ് കവർ ഇടരുത് എന്നുള്ളത് ഞാൻ പറയുള്ളൂ. അത് യൂണിവേഴ്സലാണ്, എല്ലാ വണ്ടികൾക്കും ഒരുപോലെ വരുന്നതാണ്. അത് നമ്മൾ വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ വല്ല ബനിയനിട്ട് കൊടുത്ത പോലെ ആവും. പിന്നെ ബാക്ക് സൈഡൊന്നും കവർ ആവില്ല സീറ്റിൻ്റെ, ഒരു കയറിട്ട് കെട്ടുന്ന പരിപാടിയൊക്കെയാണ്. ഈ ഷോപ്പിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇവർ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. 4500 കുറഞ്ഞ സീറ്റ് കവേഴ്സ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവർക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഇതിൻ്റെ ബാക്കിലുണ്ട്. അതിൽ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുന്ന തരത്തിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, തൈ സപ്പോർട്ട് കുറവുള്ള വണ്ടികൾക്ക് തൈ സപ്പോർട്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് സീറ്റ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ എങ്ങനെയൊക്കെ വേണോ അത് തരത്തിൽ ചെയ്തു തരാം. പിന്നെ ഈ ഷോപ്പിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയത്, ആ ചേട്ടന് നമുക്ക് സജഷൻസ് തരും. നിങ്ങൾ ഈ 4500 ചീപ്പ് ക്വാളിറ്റി ചെയ്യുന്നേക്കാളും നല്ലത് ഒരു 10 രൂപ ലെവലിലുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലക്ഷറി ഫീലിങ്ങും കാര്യങ്ങളും ഉള്ള സീറ്റ് തന്നെ കിട്ടുട്ടോ എന്നൊക്കെ പറഞ്ഞു. അയാൾ തന്നെ പറയുന്നുണ്ട് രാവിലെ നേരത്തെ വരാൻ, ഒരു 8 മണി 9 മണി ആ സമയത്തൊക്കെ. എന്നാൽ നമുക്ക് ആ സീറ്റ് എങ്ങനെയൊക്കെ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ആക്സസറീസും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്തിട്ട് തന്നെ ആ ദിവസം തന്നെ വീട്ടിൽ പോകാമെന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഫ്ലോർ മാറ്റ് ചോദിച്ചപ്പോൾ ഇതാണ് കാണിച്ചത്, ഈ നൂഡിൽസ് മാറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് 1200 രൂപ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലുള്ള ചവിട്ടി തന്നെ, എനിക്കത് പറ്റിയില്ല. ഞാനിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 90 മാറ്റാണ്. അതിവിടെ മാർക്കറ്റിൽ അവൈലബിൾ തന്നെ ആയിട്ടില്ല. നാട്ടിൽ 5900 പറഞ്ഞതാണ്. 5D മാറ്റ് GFX ഉണ്ട്, 7D മാറ്റൊക്കെ ഉണ്ട്. അതിവിടെ 3900, നാട്ടിൽ ഒരേ വില തന്നെ. സൺ ഫിലിം ഒട്ടിക്കാൻ മുന്നേ ചിന്തിച്ചതാണ്. അത് നാട്ടിൽ ചോദിച്ചപ്പോൾ സൺ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് പറഞ്ഞത്. അത് ഫുള്ളായിട്ട് ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഉൾപ്പെടെ ചെയ്ത് വരുമ്പോഴേക്കും 10000 രൂപയോളം ചിലവുണ്ടെന്ന് പറഞ്ഞു. 2 വർഷം വാറണ്ടി ഉള്ളത്. ഇവിടെ 2 ബ്രാൻഡുകളാണ് പറഞ്ഞത്. ഒന്ന് ഗാർവെയറും പിന്നെ 3M. 3Mൽ ചോദിച്ചപ്പോൾ 12000 രൂപയാണ് മൊത്തം ചെയ്തു വരാൻ. അത് 5 വർഷം വാറണ്ടി ഉണ്ട്. പിന്നെ ഗാർവെയറാണുള്ളത്. അതാണ് എനിക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയത്. 6000 രൂപയ്ക്ക് അവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. 1 വർഷം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. വിൻസറിന് നാട്ടിൽ നിന്ന് സൺ കൺട്രോളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത്ര ഒരു നീറ്റ്നെസ് എനിക്ക് ഈ ഗാർവെയർ തോന്നിയില്ല. ഗാർവെയറിൻ്റെ പ്രോബ്ലം ആണോ അതോ അവരുടെ ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അത്ര ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്തിട്ടില്ല. നാട്ടിലെത്തിയപ്പോഴേക്കും അതിൽ ജസ്റ്റ് ബബിൾസും പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചിട്ട്. അപ്പോൾ ആ ചേട്ടൻ ഓക്കെയാണ്. അയാൾ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്നോളൂ, എപ്പോൾ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, ഞങ്ങളത് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. റെയിൻ ഗാർഡൊന്ന് മാറ്റി. മുന്നേ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിലായിരുന്നു 1300 രൂപയോളം കൊടുത്തിട്ട്. അത് ഒട്ടും ക്വാളിറ്റി ഉണ്ടായില്ല. പെട്ടെന്ന് കൈ തട്ടിയിട്ടൊക്കെയാണ് പൊട്ടിപ്പോയത്. ഇത് വെറും 800 രൂപ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ 1300-നേക്കാളും ക്വാളിറ്റി ഉണ്ട്. ഇവിടെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് സിസ്റ്റങ്ങളാണ്. നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും കോയമ്പത്തൂർ വെച്ചിട്ട് ഫ്രീ ഇൻസ്റ്റാളേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെയും ഫ്രീ ഇൻസ്റ്റാളേഷൻ ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞു. 4500 രൂപ മുതലാണ് സിസ്റ്റം തുടങ്ങുന്നത്. അതിന് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എല്ലാം പാടെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 6500 7000 രൂപ വരുന്നുണ്ട്. ഇതെല്ലാ കടകളിലും ഇതേ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് അവർ ഫ്രീ ഇൻസ്റ്റാളേഷൻ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റിൻ്റെ വില മൊത്തം കയറ്റി വെക്കുകയാണ് 6000 എന്ന് പറഞ്ഞിട്ട്. ഈ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി പോയി. നമ്മളെ വണ്ടിക്ക് സെറ്റ് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. 8000 9000 രൂപ വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ അതിൽ 360 സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനോട്ടുള്ള കമ്പം പോയി. ഈ ഡബിൾ നോബ് വരുന്ന ഡയമണ്ട് അത് വല്ലാണ്ട് പല വീഡിയോയിലും അവർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നോക്കുമ്പോൾ അത് അത്ര വലിയ നല്ല സംഭവമൊന്നുമല്ല. ഒരു വണ്ടിയിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് കണ്ടു. അയാളാണെങ്കിൽ അതുകൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്.
നാമക്കൽ ഭാഗത്തുള്ള ഒരു തമിഴനാണ്. അയാൾ 150 കിലോമീറ്ററോളം ഓടിച്ചിട്ടാണ് കോയമ്പത്തൂർ വന്നിട്ട് ഈ സംഭവം ചെയ്യണത്. ഇവിടെ തന്നെയാണ് റേറ്റ് കുറവ് എന്ന് പറഞ്ഞിട്ട്. ഇത് ബലേനോയുടെ ബേസ് മോഡലാണ്. ഇതിൽ ഒരു സിസ്റ്റം വരുന്നില്ല വണ്ടിയിൽ. അപ്പോൾ അയാൾ അതിലോട്ട് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുക, പിന്നെ റിവേഴ്സ് ക്യാം കാര്യങ്ങൾ, അങ്ങനെ ഒരു കോംബോ പാക്ക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എത്ര റേറ്റ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ 17,500 ആയിട്ടുണ്ട് ടോട്ടൽ എന്ന് പറഞ്ഞു. അതിൽ സ്പീക്കറും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടും കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അയാൾ അതുകൊണ്ടാണ് കുടുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം വിചാരിച്ചത് ടെക്നീഷ്യൻ വല്ലവരും ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ ഓണർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അയാൾ പെട്ടുകയാണ്. അതാണ് ആ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് അത് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോൾ ഈ സിസ്റ്റം ഭയങ്കര ലാഗാണ്. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ആ സിസ്റ്റത്തുമ്പോൾ ഒന്ന് പിടിച്ച് നോക്കുമെന്നുള്ളത്. പിടിച്ച് നോക്കുമ്പോൾ നല്ല ഹീറ്റും ഉണ്ട്. അപ്പോൾ തന്നെ ഇയാൾ പറയുന്നുണ്ട് വഴിയിൽ മിക്കവാറും ഞാനിതിൽ ആൻഡ്രോയിഡ് ഓട്ടോ കെട്ട് പോയി കഴിഞ്ഞാൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് ബ്രോ എന്ന്. കടയിലുള്ള ചേട്ടൻ്റെ അടുത്ത് ഞാൻ 360 സെറ്റപ്പ് ചെയ്യേണ്ട കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ബ്രാൻഡാണ് കാണിച്ചു തന്നത്. ഇത് അടിപൊളി ബ്രാൻഡാണ്. ഇത് ഫുള്ള് വിത്ത് ക്യാൻബസ് കാലിബ്രേഷൻ എല്ലാം ഉൾപ്പെടെ മൊത്തം സെറ്റപ്പ് ചെയ്ത് തരാൻ 28,000 രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിലും കുറവുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ മൈക്രോസോണിക്കാണ് കാണിച്ചു തന്നത്. 25 രൂപയ്ക്ക് ലാസ്റ്റ് അതിൻ്റെ കാലിബ്രേഷനും ക്യാൻബസും എല്ലാം ഉൾപ്പെടെ സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആ കമ്പനി ഹാർമൻ്റെ ആ ബേസിക് സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാനും സങ്കടമാണ്. കാരണം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള സംഭവമാണ്. പക്ഷേ അതിൽ 360 ഇല്ല എന്നുള്ളത് അത് വലിയൊരു സംഭവം തന്നെയാണ്. വണ്ടി ഇപ്പോൾ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു. അപ്പോഴാണ് ഈ 360 വേണം എന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളത്. ടാറ്റ ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ ബ്ലോവങ്റ്റ്, അത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു. അതിൻ്റെ 360 സെറ്റപ്പ് ഉള്ള ഇല്ല, സാധാ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ടെന്നും പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ ഈ മോക്കോൻ്റെ 360 അല്ലെങ്കിൽ മൈക്രോസോണിക്കിൻ്റെ 360 സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ. ലാഗ് ഉണ്ടോ, മ്യൂസിക് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇതല്ല, ഇതേ റേറ്റിന് അഫോർഡബിൾ ആയിട്ട് വേറെ നല്ല പല ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാം. എവിടുന്ന് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. നമുക്ക് വലിയൊരു കാര്യമായിരുന്നു അത്. ഇതെല്ലാ വണ്ടിയിലും അത്യാവശ്യമുള്ള മെയിൻ സാധനം, അതായത് ഡാഷ് ക്യാം. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഫ്രണ്ടിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഡാഷ് ക്യാം ഉണ്ട്. അതാണെങ്കിൽ ഒരു 2,500 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ. ഇനി ബാക്ക് സൈഡ് കൂടി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്ന സെറ്റപ്പാണ് വേണ്ടതുണ്ടെങ്കിൽ 6,200 ആണെന്ന് പറഞ്ഞു. ഇത് വണ്ടി ഓഫിലായിട്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഡാഷ് ക്യാം. അത് AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് ഓഫിലാണെങ്കിലും വണ്ടിയിൽ വന്നിട്ട് ഉറക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് AI മുഖാന്തരം ഡാഷ് ക്യാം പെട്ടെന്ന് ഓണായിട്ട് ആ ഒരു വിഷ്വൽ റെക്കോർഡ് ചെയ്തെടുക്കും എന്നുള്ള സിസ്റ്റം. അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണല്ലോ. അഡാസ് ഫംഗ്ഷനൊക്കെ ഉള്ള, അതായത് ലൈൻ കീപ്പ് അസിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അലേർട്ടൊക്കെ തരുന്ന ഡാഷ് ക്യാമുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡാഷ് ക്യാമിൻ്റെ പിന്നാലെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് കൂടും ചെയ്യും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും 360 ക്യാമറയുടെ സെറ്റപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ പ്രത്യേകം കമൻറ്റ് അടിക്കണം കേട്ടോ. ഞാൻ എന്തായാലും അത് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. നമ്മുടെ 5GB വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിലവിലുള്ള ആ ചെറിയ ഹാർമൻ്റെ സിസ്റ്റം അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് ആ ഭാഗത്തൊരു വലിയ സിസ്റ്റം വെച്ചിട്ട് വേണമെങ്കിൽ 360 ഒക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ MG വെൻസറിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അതിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് റിവേഴ്സ് ക്യാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു, ചെറിയൊരു സ്ക്രീൻ അപ്പുറത്ത് വെച്ചിട്ട്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇത്രയും വലിയ വണ്ടി, ഇത്രയും സെറ്റപ്പുള്ള വണ്ടി, അതിലിട്ട് ഒരു 360 ക്യാമറ സെറ്റപ്പ് തന്നെ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ പഞ്ചിൽ ചെയ്ത പോലെ അതിൽ ആ മെയിൻ സെൻറ്ററിലുള്ള സ്ക്രീൻ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഇതിൽ പ്രായോഗികമല്ല. കാരണം ഇതിൻ്റെ എല്ലാ കൺട്രോൾസും വരുന്നത് ആ ഒരു മെയിൻ വലിയ സ്ക്രീനിലാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ സ്ക്രീന് സെറ്റപ്പ് ചെയ്തിട്ട് അതിലോട്ട് 360 ക്യാമറ കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം പലവരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ അതൊരു ബോറാവും എന്നുള്ള തരത്തിലൊക്കെ എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള ആ മെയിൻ വലിയ സ്ക്രീനിലോട്ട് തന്നെ 360 കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് പലരിടത്തും ഞാൻ ചോദിക്കുന്നുണ്ട് ആക്സസറി ഷോപ്പിൽ. ആരും കറക്റ്റായിട്ട് അതിന് മറുപടി പറയുന്നില്ല. ആർക്കും അറിയില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ട് കപ്പിൾ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ള വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്ത് ചെയ്തു തരുന്ന കൂടി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്നാൽ നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.